നമുക്കൊരു വേദഭാഗം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. അത് 1 തെസ്സലോനിക്ക ലേഖനം. വിശുദ്ധ ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ബൈബിൾ തുറക്കണം പ്ലീസ്. നിങ്ങൾ ബൈബിൾ തുറന്നാട്ടെ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയിൽ ബൈബിൾ കിട്ടാനായിട്ട് ധാരാളം ദൈവദാസന്മാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. വർഷങ്ങളോളം അവരുടെ എഫേർട്ടാണ് ഈ ബൈബിൾ. ഓക്കെ, അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ബൈബിൾ തുറന്നിട്ട് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം എവരിബഡി എല്ലാവരും എടുത്ത് ഫസ്റ്റ് തെസ്സലോനിക്ക ചാപ്റ്റർ 4 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ വേഗത്തിൽ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ആ ബൈബിൾ ഭാഗത്തേക്ക് നോക്കൂ. ഞാൻ ആ വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചു പോയവരെക്കുറിച്ച്, അടക്കം കഴിഞ്ഞിട്ടുള്ളവരെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും മീൻസ് മരിച്ചവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ഇനി അതിൻ്റെ 15-ാമത്തെ വാക്യം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ഓക്കെ, നാം ആ സമയത്ത് ഉണ്ടാകുമെന്നായിരുന്നു പൗലോസിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കർത്താവിൻ്റെ വരവ് വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഈ മരിച്ചുപോയ ആൾക്കാർക്ക് മുമ്പാകയില്ല, നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത വാക്യം നോക്കിക്കേ. അടുത്ത വാക്യം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഓക്കെ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, അന്ന് നാം ഉണ്ടെങ്കിൽ നാം ഈ മരിച്ചു പോയവരോട് കൂടെ നാം അവരോട് ഒരുമിച്ച്, ഓക്കെ, ഈ മരിച്ചു പോയ ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കും, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത വാക്യം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവേൻ. ഇതാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ശാന്തമായിട്ട് എനിക്ക് പറയണം ഒരു കാര്യം. അത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് മടങ്ങാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ചർച്ചിൽ ഞാൻ പറഞ്ഞു, വിശ്വാസത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്, അതുപോലെ പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്ക്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രദ്ധ എന്നത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റെങ്ങും കളയരുത്. ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ മിഷികാദാസ് പാസ്റ്റ് പറഞ്ഞു, നമ്മുടെ MLA കുറിച്ച് നല്ല 2 കാര്യം പറഞ്ഞു. അദ്ദേഹം അടക്കാരാധന 2 സ്ഥലത്തുണ്ടായിരുന്നു. 2ഇടത്തും അദ്ദേഹം അവിടെ ചെന്ന കാര്യത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറയുകയുണ്ടായി. അപ്പം ഈ അടക്കാരാധന വരെയുള്ള കാര്യം നമുക്ക് ബൈഹാർട്ടാണ്. നമുക്കറിയാം, ഒരാൾ മരിച്ചാൽ അടക്കാരാധന സെല്ല് അവിടെ കൊണ്ടുവെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ പറയാൻ പോകുന്നത് അതിനപ്പുറത്തേക്ക് എന്തെന്നുള്ളതാണ്. നീ നിൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നെങ്കിൽ, നിനക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം അറിയണം. 80 കൊല്ലത്തെ കാര്യം ഓക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞു, 80 കൊല്ലം ഒരാൾ നന്നായി ജീവിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അഡ്വൈസിൻ്റെ ആവശ്യമില്ല. ഒരു പാസ്റ്റർമാരുടെയും കാര്യം ആവശ്യമില്ല. 80 വയസ്സ് വരെ നീ നന്നായിട്ട് ജീവിക്കാൻ, ഫിനാൻസ് ഉണ്ടാക്കാൻ, കൊച്ചിനെ പഠിപ്പിക്കാൻ, വീട് വെക്കാൻ, അതിന് പാസ്റ്റർമാരുടെ പ്രബോധനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം, പണം ഉണ്ടെങ്കിൽ മണി മേക്സ് മണി. പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ അറിയാം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ അറിയാം, ഭൂസ്വത്തുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ 80 കൊല്ലത്തെ ലൈഫല്ല ഇവിടുത്തെ വിഷയം. അത് നമുക്ക് എങ്ങനെയും ജീവിക്കാം. ഇപ്പം എൻ്റെ ചിന്ത, അതൊക്കെ അപ്പുറത്ത് എന്ത് ചെയ്യും? അതൊക്കെ അപ്പുറം, ഈ സെമിത്തേരിക്ക് അപ്പുറത്ത് എന്താണ്? ഇത് അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അറിയില്ലെങ്കിൽ ആ വക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനി എന്തെങ്കിലും ഒരു റിയാലിറ്റി അതിനപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബോഡിക്ക് ചെറിയ രൂപവ്യത്യാസം മാത്രം വരുത്തി ഇതുപോലെ തന്നെ അപ്പുറത്ത് റീപ്ലേസ് ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ബോഡിയിൽ ഈ ത്യാഗവും പ്രയാസവും രോഗവും ദുഃഖവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നതാണെങ്കിൽ, സ്തോത്രം, അത് അനുഭവിച്ച് അവിടെ ജീവിക്കേണ്ടി വരുമോ? അല്ല. ഇത് അനുഭവിക്കാതെ ജീവിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പം കുഞ്ഞുങ്ങളെ ബാംഗ്ലൂർക്ക് പഠിക്കാൻ അയക്കുന്നു. ബാംഗ്ലൂർക്ക് ചുമ്മാ കണ്ണൻ പൂട്ടി പഠിക്കാൻ വിടുവൊന്നുമല്ല. ഒരാൾ പഠിക്കാൻ വിട്ടാൽ അവൾ എവിടെ താമസിക്കും, അവൾ എവിടെ ജീവിക്കും, അവൾക്ക് ഫുഡുണ്ടോ, അവൾ ജീവിക്കുമോ, പള്ളിയിൽ പോകുമോ, അവിടെ ചെന്നാൽ
അവൾ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് കൂലങ്കക്ഷമായി പഠിച്ചിട്ടാണ് ഒരു കൊച്ചിനെ എന്ത് ചെയ്യുന്നത്, ബാംഗ്ലൂർക്ക് പഠിക്കാൻ വിടുന്നത്, അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് പഠിക്കാൻ വിടുന്നത്. മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ സേഫായി ജീവിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നാം വിടുന്നതെങ്കിൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ തന്നെയല്ല, എല്ലാ മതങ്ങളും അത് പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ ലൈഫ് എങ്ങനായിരിക്കും? ആ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? അല്ല, അവിടെ സേഫായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങൾ ഇന്ന് രാത്രി അറിയണം. അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കടന്നു പോകാൻ എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ മീറ്റിംഗ് നിങ്ങൾ കേൾക്കണം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഇത് തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നൊരു സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. ആ കാലത്ത് പൗലോസ്ലീഹ ആരംഭിച്ച ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, തെസ്സലോനിക്ക സഭ എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കയിലുള്ള സഭ, അല്ലാതെ അതിൻ്റെ പേരല്ല. ഓക്കെ, അന്ന് ഒരു സഭയ്ക്കും പേരില്ല. അന്ന് ചർച്ച് ഓഫ് ഗോഡ് എന്നോ IPC എന്നോ ഷാരോൻ എന്നോ CSI എന്നോ കത്തോലിക്ക എന്നോ അന്ന് പേരില്ല. അന്ന് തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ട്, തെസ്സലോനിക്ക സഭ. ഫിലിപ്പിയായിൽ ഒരു സഭയുണ്ട്, ഫിലിപ്പിയ സഭ. കൊലോസിയായിൽ ഒരു സഭയുണ്ട്, കൊലോസിയ സഭ. ഓക്കെ, എഫെസോസിൽ ഒരു സഭയുണ്ട്, എഫെസോ സഭ. അങ്ങനെ അങ്ങനെ തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഭയ്ക്ക് പൗലോസ്ലീഹ കൊടുത്ത ലേഖനമാണ് ഈ ലേഖനം. ഓക്കെ, ഇനി ഈ ലേഖനവും സഭയുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. 1:6 വാക്യം വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. ഈ വിശ്വാസികളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ബൈബിൾ തുറക്കണം. നിങ്ങൾ ബൈബിൾ തുറന്നാട്ടെ. എന്നിട്ട് 1-ാം അധ്യായത്തിൻ്റെ 6 വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഈ വിശ്വാസികളെ കുറിച്ച് നമ്മളെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണം, ഒരു സെൽഫ് ഇവാലുവേഷൻ കൂടെ ചെയ്യണം. അവിടെ പറയുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം എന്ത് ചെയ്തു? കൈക്കൊണ്ട്. എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ പല പ്രയാസമാണ്. ബഹു കഷ്ടം. അപ്പോൾ ഒരു കഷ്ടമല്ല, പല കഷ്ടങ്ങൾ, പല പ്രയാസങ്ങൾ. ഇന്നേക്ക് ഏതാണ്ട് ഇത് AD 51 ഈ ലേഖനം എഴുതുന്നത്. ഇന്ന് AD 2024 ആയി, കഴിയാറാകുന്നു, 24 ആയി. അപ്പോൾ ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ സഭയിൽ ഇന്നത്തേക്കാൾ പ്രോബ്ലംസ് ഉണ്ട്. ലിസൺ ടു മീ. അന്നത്തെ സഭയിൽ ഇന്നത്തേക്കാൾ പ്രശ്നമുണ്ട്. അന്ന് പെന്തിക്കോസ്ത് സജീവമല്ല, ക്രിസ്ത്യാനികൾ സജീവമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ വിശ്വാസത്തിൽ വരുമ്പോൾ ഫുഡ് കിട്ടാതെ വരാം, വീട്ടിൽ കയറ്റാതെ വരാം, വസ്ത്രമില്ലാതെ വരാം. മനസ്സിലാകുന്നുണ്ടോ? അടിയുണ്ടാകാം, പീഡനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പല കഷ്ടങ്ങൾ ഉള്ളവരായിരുന്നു ആ സഭക്കാർ. പക്ഷേ അവർ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കേട്ടു. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? മെസ്സേജ് കേൾക്കുമ്പോൾ പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കത്തില്ല. മെസ്സേജ് കേൾക്കുമ്പോൾ കഷ്ടത മറക്കും, എല്ലാം മറന്നിട്ട് ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മെസ്സേജ് കേൾക്കും. മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത്, അങ്ങനെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുക മാത്രമല്ല, ഞങ്ങൾക്കും പിന്നെ കർത്താവിനും അനുകാരികൾ. എന്നോട് നിങ്ങളുണ്ടോ? പൗലോസ് പറയുന്നു, നിങ്ങൾ മെസ്സേജ് കേൾക്കുക മാത്രമല്ല, പിന്നെ ഞങ്ങൾക്ക് അനുകാരികൾ. ക്രിസ്തുവിന് അനുകാരി മീൻസ് ചുമ്മാ കേട്ടിട്ട് വിട്ടിട്ട് പോവല്ല. കൊള്ളാം കേട്ടോ, നല്ല 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 അങ്ങനെയല്ല. കൊള്ളത്തില്ല കേട്ടോ, മോശം അങ്ങനെയല്ല. അത് കേട്ടു, റിസീവ് ചെയ്തു, എന്നിട്ട് പ്രസംഗിക്കുന്ന പാസ്റ്റർക്കും യേശുവിനും അനുകാരികളായി. എന്ന് പറഞ്ഞാൽ എന്താണോ കേട്ടത് അതുപോലെ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഇപ്പൊ 40ാമത്തെ പ്രസംഗമാണിത്. ഒരു പ്രസംഗത്തിന് 1 മണിക്കൂർ വെച്ച് ആണെങ്കിൽ പോലും കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ നിങ്ങൾ കേൾക്കുന്ന 40ാമത്തെ മണിക്കൂർ. അയ്യോ, അല്ല, 1 മണിക്കൂർ അല്ലല്ലോ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ 20 മിനിറ്റ്സ്, അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു 60 മണിക്കൂറത്തെ മെസ്സേജ് കേട്ടു. ഈ കേട്ട മെസ്സേജുകൾ റിസൾട്ട് പറയാനല്ല, കൊള്ളാമോ കൊള്ളത്തില്ലയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ആ പാസ്റ്റർ ഓക്കെ ആണോ, ഇതൊന്നും നിന്റെ സബ്ജക്റ്റ് അല്ല. സ്തോത്രം. ഇതിനൊക്കെ റിസൾട്ട് പറയേണ്ടത് ദൈവമാണ്. എന്റെ ചോദ്യം, നീ ഈ കേട്ട പ്രസംഗം നിന്റെ ലൈഫിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ? അനുകരിക്കുന്നുണ്ടോ? ലിസൺ ടു മീ. ഇത് കേൾക്കുന്നത് ഓക്കെ, പക്ഷെ ഇതെങ്ങനെ മാറ്റം വരുന്നേ? നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാ. ഓക്കെ, MLA പറഞ്ഞൊരു കാര്യം, വിദ്വേഷം പാടില്ല. ഓക്കെ, പ്രസംഗിക്കുന്ന നമ്മൾ പറയാറുണ്ട്. ഇത് കേട്ടിട്ടും അത് ഉണ്ടാകുന്നെങ്കിൽ അതിനർത്ഥം ഈ മെസ്സേജ് കൊണ്ട് ഒരു മാറ്റവും. എന്നോട് നിങ്ങളുണ്ട്? കരം ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞ് നോക്കട്ടെ. അല്ല, കരവും തലയ്ക്ക് വെള്ളി പൊക്കുകയോ ഉണ്ടോന്നറിയട്ടെ? എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഇവർക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർ കേൾക്കുക മാത്രമല്ല, അനുകരിക്കും. ഇനി നെക്സ്റ്റ് വേർഡ് നോക്കൂ. അങ്ങനെ നിങ്ങൾ മക്കതോനിയ മീൻസ് മാസിഡോണിയ. ലിസൺ ടു മീ. മാസിഡോണിയ വലിയ വൈഡ് കൺട്രിയാണ്, ഒരു യൂറോപ്പ് വലിയ രാജ്യമാണ്. അവിടുത്തെ ചില പട്ടണങ്ങളാണ് ഫിലിപ്പിയ.
അവിടെ ഒരു പട്ടണമാണ് തെസ്സലോനിക്ക. ഇന്ത്യ വലിയ രാജ്യമാണ്, ആ രാജ്യത്തെ വലിയ പട്ടണമാണ് ന്യൂഡൽഹി, ചെന്നൈ, ട്രിവാൻഡ്രം എന്നതുപോലെ മാസിഡോണിയ അവിടുത്തെ വലിയ പട്ടണമാണ് ഫിലിപ്പിയ, തെസ്സലോനിക്ക, അഖായ, ഇതൊക്കെ അവിടുത്തെ പട്ടണങ്ങളാണ്. ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ മക്കദോന്യക്കാർക്കും പിന്നെ അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഒന്ന് വായിച്ച ആൻറ്റി, മാതൃക എന്ന് പറഞ്ഞ എങ്ങനെ അവര് ജനിച്ചു വളർന്ന ഉച്ചക്കട മാത്രമല്ല. സി, മാസിഡോണിയ മീൻസ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം, കേരളത്തിനും തമിഴ്നാടിനും മാതൃകയായിരുന്നു. മീൻസ് പ്രസംഗിക്കുന്ന പ്രസംഗം ഏറ്റെടുത്ത് ജീവിക്കുമ്പോ അവിശ്വാസികൾക്ക് ഫോളോ ചെയ്യാനുള്ള മാതൃകയായിരുന്നു ആര്? തെസ്സലോനിക്ക സഭ. നമ്മളങ്ങനെ ആവണ്ടായോ? ഈ സുവിശേഷ പ്രസംഗം നല്ലതാണെങ്കിലും ആ സുവിശേഷ പ്രസംഗത്തെക്കാൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും മാതൃകയുള്ള ലൈഫ്. നിന്റെ അടുത്ത വീട്ടിലെ ആൻറ്റി പെന്തക്കോസി വരാൻ വേണ്ടി നീ കമ്പൽ ചെയ്യണ്ട. അവരുടെ മുമ്പിൽ നീ ഡീസൻ്റ് ആയിട്ട് ജീവിച്ചേ. അവർ ചോദിക്കും, എവിടാ യോഗത്തിന് പോകുന്നേ? ഞങ്ങളും വരുന്നു കേട്ടോ. അവരെ ചൊറിയാൻ പോകരുത്. അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവർ പറയും, നീ പോകുന്നിടത്ത് ഞാൻ മേലെ വരത്തേ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രസംഗത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ്. മനസ്സിലായവർക്ക് കർത്താവ് എന്നോട് നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? സ്തോത്ര. ശ്രദ്ധയോടെ കേട്ടെ, ഒരു ചെറിയ ചിന്ത പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം ഇന്ന് രാത്രിയിൽ. തെസ്സലോനിക്കക്കാർക്ക് അങ്ങനത്തെ പ്രത്യേകത ഉണ്ടായിരുന്നു. മാസിഡോണിയ, അഖായ ഇവിടെ ഉള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു. മീൻസ് അവിടെ പാസ്റ്റർമാരുടെ പ്രസംഗം വേണ്ട, ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. കുഞ്ഞോഞ്ചാനെ നോക്കിയേ, പുള്ളി വരുന്ന പള്ളിയിലാണ് കേട്ടോ, വരുന്നെങ്കിൽ വാ. പുള്ളിയുടെ പേര് പറഞ്ഞാൽ ആൾക്കാർ അതാ അല്ലേ, അച്ഛനാണോ, ആൾക്കാർക്ക് ശ്രദ്ധയുണ്ടാവും. കാരണം അങ്ങനെ ജീവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ 20 രാത്രിയിൽ ഞാൻ കൈമാറുന്ന മെസ്സേജ് ഇതാണ്: കേൾക്കുന്ന പ്രസംഗത്തിന് റിസൾട്ട് പറയാതെ അത് ജീവിതത്തിൽ മാതൃകയാക്കാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? somebody shout hallelujah. അക്കരമൊന്ന് വീശി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇനി അടുത്ത പ്രത്യേകത 8ാമത്തെ വാക്യം. നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മാസിഡോണിയയിലും അഖായിലും മാത്രമല്ല, പിന്നെ എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അടുത്ത വാക്യം എന്നെ ചലഞ്ച് ചെയ്തു. എന്നറിയാമോ? ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്ന്. ഇനി ഒന്നും പറയുന്നില്ല മീൻസ് ഹലോ ഒന്നും പറയുന്നില്ല. എന്താണെന്നറിയാമോ? ഈ സഭ പലതുണ്ടെങ്കിലും സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ദൈവത്തിൻ്റെ കോൺസെപ്റ്റിലെ സഭ എന്താണോ, ദൈവത്തിന്റെ മനസ്സിൽ വെച്ചിരിക്കുന്ന പ്ലാൻ, ഒരു സഭ എന്ന് പറയുമ്പോൾ എന്താണോ ആ പ്ലാനിൽ ഉള്ള സഭയായിരുന്നു ഏത്? തെസ്സലോനിക്ക. അതുകൊണ്ടാണ് പറയുന്നത് എനിക്കിനി ഒന്നും പറയാൻ ഇല്ല. നിങ്ങൾ വരുന്നില്ല എൻ്റെ കൂടെ, നിങ്ങൾ റെസ്പോണ്ട് വളരെ കുറവാണ്. ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും റെസ്പോണ്ട് കുറവാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് മഹത്വപ്പെടുത്തണം. എവരിബഡി സ്തോത്ര. ഇപ്പൊ ഉച്ചക്കടയിലെ സഭയാണ് ഈ സഭ. ഓക്കെ, ഇപ്പൊ പാസ്റ്ററിന്റെ നിയോഗം അനുസരിച്ച് പാസ്റ്റർ കൈകാര്യം ചെയ്യുന്നു. ഞാൻ വയലാ സഭയുടെ പാസ്റ്ററാണ്. ഓക്കെ, ആ വയലാ സഭ എനിക്ക് കിട്ടിയ ഗൈഡൻസ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ആ സഭയെ സഭയായി ദൈവം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സിലെ സഭ എങ്ങനാണോ അങ്ങനെ ആയിരിക്കണം. റൈറ്റ്, അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ തമ്പുരാൻ പറയും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടാ 5-10 കന്യകമാരുണ്ടായിരുന്നു. അവർ എത്ര പേരെ ഉറങ്ങിയത്? 5 പേർ അല്ല, അവർ 10 പേരും എന്ത് ചെയ്തു? ഉറങ്ങി. പക്ഷെ എത്ര പേരെ ഉണർന്നുള്ളൂ? 5 പേർ അല്ല, അവർ 10 പേരും ഉണർന്നു. പക്ഷെ എത്ര പേരെ കത്തിച്ചുള്ളൂ? 5 പേർ അല്ല, അവർ 10 പേരും എന്ത് ചെയ്തു? കത്തിച്ചു. അങ്ങനെ 10 പേരും ഉറങ്ങി, 10 പേരും ഉണർന്നു, 10 പേരും കത്തിച്ചു. പക്ഷെ പ്രോബ്ലം 5 പേരെ എന്ത് ചെയ്തുള്ളൂ? എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 5 പേരുടെ എണ്ണയില്ലായിരുന്നു. ഇവര് ചെന്ന് തട്ടി. അപ്പൊ ഇവരും മണവാളിനെ കാത്തിരുന്നവരാണ്. യേശു വരും വെയിറ്റ് ചെയ്തവരാണ്. വിളക്കുള്ളവരായിരുന്നു, കത്തിച്ചവരായിരുന്നു പണ്ട്. ആ വിളക്ക് കത്തിയവരുമായിരുന്നു. ഒത്തിരി കന്യകമാരുണ്ടെങ്കിലും 10 പേരെ കുറിച്ച് പറയുന്നുള്ളൂ. ഇവർ 10 പേരും വെയിറ്റ് ചെയ്തവരാ. പക്ഷെ പ്രോബ്ലം 5 പേര് വന്ന് കഥ തട്ടിയപ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ, അതെന്താ കാരണം? ദൈവത്തിന്റെ കോൺസെപ്റ്റിലല്ല അവര് വെയിറ്റ് ചെയ്തേ. മനസ്സിലായവർക്ക് കർത്താവിന് ഇഷ്ടം. അവിടാണ്, ലിസൺ ടു മീ, അവിടാണ് ഒരു ചർച്ച് ചൂസ് ചെയ്യുമ്പോ നീ ചിന്തിക്കണം, ഈ ചർച്ച് നിന്നെ നിത്യതയിൽ കൊണ്ടുപോകുമോ? ഓക്കെ, ഈ ചർച്ച് ദൈവത്തിന്റെ പ്ലാനിൽ മൂവ് ചെയ്യുന്നതാണോ?
ഇപ്പൊ കൊച്ചിനെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിടുമ്പോ നീ നോക്കുമല്ലോ, INC അപ്രൂവൽ ആണോ, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവിംഗ് ഉണ്ടോ, കർണാടകയുടെ അപ്രൂവൽ ഉണ്ടോ, കേരളത്തിന്റെ അപ്രൂവൽ ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാ വിടുന്നേ. 3 കൊല്ലത്തെ കോഴ്സ് പഠിക്കാൻ അത്രയ്ക്ക് നീ സെർച്ച് ചെയ്യുന്നെങ്കിൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അത് നിത്യമായ കാലഘട്ടമാണെന്നും അറിഞ്ഞിരിക്കെ അവിടെ പോകാൻ യോഗ്യമായിടത്തല്ലയോ നീ ചെല്ലേണ്ടത്? ഇതിനകത്ത് സോഷ്യൽ സ്റ്റാറ്റസ് ഒരു വിഷയമല്ല, ഇതിനകത്ത് സമൂഹത്തിന്റെ വാല്യൂ ഒരു പ്രശ്നമല്ല. കാരണം ഇത് നീയും നിന്റെ നിത്യതയുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. ഇതിനകത്ത് കുഞ്ഞുവാനിച്ചായനോ തങ്കച്ചായനോ കുഞ്ഞൂട്ടിച്ചായനോ ഒന്നും വിഷയമല്ല. അവരെന്ത് പറയുന്നു, നെവർ മൈൻഡ്, ബിക്കോസ് ഇത് നിന്റെ ഫ്യൂച്ചറിന്റെ കാര്യമാ, നിന്റെ ഭാവിയുടെ കാര്യമാ. തിരിച്ചറിയാൻ മനസ്സുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ചെല്ലുന്ന സഭ പ്രോപ്പറാണോ, ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ സഞ്ചരിക്കുന്ന സഭയാണോ, ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നുണ്ടോ? മലയാള ഭാഷ അറിയാവോ? മലയാളം വായിക്കണം ബൈബിൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ എൻ്റെ സ്നേഹിതനുണ്ട് ബെൻസൻ, 12 കൊല്ലം കൊണ്ടാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഒരു സുവിശേഷം മാത്രം 12 years. ഹിമാചൽ പ്രദേശത്തിലെ ഒരു ലാംഗ്വേജിലേക്ക് ബൈബിളിന്റെ ഒരു കോപ്പി മീൻസ് ഒരു പുസ്തകം, സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 12 കൊല്ലമായി. അപ്പൊ 66 പുസ്തകം മാറണമെങ്കിലോ കൊല്ലങ്ങൾ എടുത്ത് കാണും. ഇല്ലേ? വായിക്കണം. ഇതാണ് യഥാർത്ഥം, ഇതാണ് ആധാരം. ഈ ആധാരത്തിലാണോ ഞാൻ മൂവ് ചെയ്യുന്നേ? ഇതിലാണോ എൻ്റെ ചർച്ച പോകുന്നേ? എൻ്റെ കൂട്ടായ്മ ഇതിലാണോ പോകുന്നേ? ഞാൻ ഇങ്ങനാണോ പോകുന്നേ? ഈ ലോകം എന്ന് പറഞ്ഞ എന്നാ ഉണ്ടെന്നായി പറയുന്നേ. 70 വർഷം അല്ലെങ്കിൽ 80 വർഷം അല്ലെ 90 വർഷം എന്തായാലും ഇവിടുന്ന് പോയല്ലേ പറ്റൂ. ഇന്നലെ പറഞ്ഞതുപോലെ ആകർഷണമാം മുഖം കൊണ്ടു നടന്നാലും, ആരാധ്യനായി ലോകമറിഞ്ഞാലും, നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിഷ്ഫലമാണ് നിന്റെ പ്രയത്നങ്ങളെല്ലാം. ആത്മാവ് നശിക്കുകിൽ നിഷ്ഫലമാണ് നിന്റെ പ്രയത്നങ്ങളെല്ലാം. മനുഷ്യ നീ മണ്ണാകുന്നു. സ്തോത്രം. എത്ര ഗംഭീരമായി നാം ഈ ഭൂമി ജീവിച്ചാലും ആത്മാവ് പോയാൽ നിന്റെ ഈ ലൈഫ് കൊണ്ട് ഒരു ഗുണമില്ലെന്ന് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയിട്ട് ഇറങ്ങാവൂ ഇതിനകത്ത് നിന്ന്. ആത്മാവ് പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? മരണം. ആത്മാവ് പോയി. എങ്ങോട്ട് പോയി? പാസ്റ്റ് എവേ. മൈ ഫാദർ പാസ്റ്റ് എവേ. എവിടെ? അതിനൊക്കെ ലാൻഡ് സ്ഥലങ്ങളും ഉണ്ട്, ചുമ്മാ പറന്നു പോകുമൊന്നുമല്ല. മനസ്സിലായവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ ദൈവത്തിന്റെ കോൺസെപ്റ്റിലെ സഭ എങ്ങനാണോ ആ സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, എനിക്കൊന്നും പറയാൻ ഇല്ല. ഇല്ലല്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ബിക്കോസ് എൻ്റെ കോൺസെപ്റ്റ് ഞാൻ ചിന്തിക്കുന്ന പോലെ സഭ വരുന്നത്. ഓക്കെ, അങ്ങനെ സ്പിരിച്വൽ റലത്തിൽ നിൽക്കുന്ന സഭയാണ് ഈ സഭ. അവർക്ക് ലേഖനം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്ന ഒറ്റ സബ്ജക്റ്റ് ഇതാണ്. 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, കർത്താവിന്റെ മടങ്ങി വരവ്. ആന്റി വായിക്കാമോ? 1:10 വാക്യം വായിച്ച ആന്റി. മൈക്കൊന്ന് കൊടുക്കാമോ മോനെ പ്ലീസ്? ഒരു മൈക്രോഫോൺ അങ്ങോട്ട് ആന്റിക്ക് കൊടുത്തേ. ആരെങ്കിലും ഒന്ന് വായിക്കുന്നു. ദൈവത്തെ സേവിപ്പാനും. 10 വാക്യം. ദൈവത്തെ സേവിപ്പാനും. ഇതിലുള്ളവരെ കർത്താവിന്റെ ക്രിസ്തുവിലാ മരിച്ചതെങ്കിൽ അവരെ ഈ മണ്ണ് പിടിച്ചു വെക്കത്തില്ല. പിന്നെ ഈ മണ്ണിന്റെ ശക്തി എല്ലാം പൊട്ടിച്ച് അതിന്റെ നടുക്ക് നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു വരും. ഞാൻ ഓർത്ത് നിങ്ങളൊരു ഹല്ലേലൂയ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രതീക്ഷ എന്താണെന്നുള്ളതാണ് വിഷയം. എന്താണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ? അതാണ് വിഷയം. സ്തോത്രം. പണ്ടത്തെ ആൾക്കാരുടെ പ്രതീക്ഷ ഇതായിരുന്നു. ഇതൊക്കെ അവരെ ആവേശം നടത്തിയത്, ഭയങ്കര ആവേശം. അതായത് ഒരിക്കൽ ഒരു പാസ്റ്റ് പ്രസംഗിച്ചു പോലും യേശു വരുന്നു, അത് കേട്ടിട്ട് വീട്ടിൽ ചെന്നുറങ്ങുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു. ഹെലികോപ്റ്റർ താന്ന് പറഞ്ഞതാ. അന്ന് ഇത്ര ഇല്ലല്ലോ. താന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് ചാടി യേശു വന്നേന്ന് പറഞ്ഞു ഒറ്റ ഓട്ടമായിരുന്നു വെളിയിലോട്ട്. എന്താണെന്നറിയാമോ? ഈ പ്രസംഗം കേട്ടിട്ട് യേശുവിന്റെ വരവ് ചിന്തിച്ച് കിടക്കുമ്പോഴാ സൗണ്ട് കേൾക്കുന്നേ. കാഹളം. ദൈവത്തിന്റെ കാഹളമാണോ അറിയത്തില്ല. ഓടി ഇറങ്ങി. എന്നാ, ഒരുവനെ താൻ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നും. വേറൊന്നും ഓർക്കാനില്ല. മോൻ പേർഷ്യ എന്ന് വരുന്നത് അറിയില്ല.
കൊച്ചു UK എന്ന് വരുന്ന അറിയില്ല, സർപ്രൈസ്ഡ് വിസിറ്റ്, ഇതൊന്നും അന്നില്ല. അന്നത്തെ ആൾക്കാരുടെ മനസ്സിനകത്തുള്ള ചിന്ത, യേശു വരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, രക്തം ക്ഷയം. ഇന്ന് രാത്രി അവിശ്വാസമുള്ള ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന കരങ്ങളെ വീശി ശക്തിയോടെ ഹല്ലേലൂയ പറ. അതായിരുന്നു പണ്ട് കാലത്തെ ആൾക്കാരുടെ പ്രത്യാശ, അതായിരുന്നു അന്നത്തെ ആൾക്കാരുടെ ആവേശം. അവരെ മുമ്പോട്ട് നടത്തിയ പ്രചോദനം, അന്നത്തെ ആൾക്കാരെ മുമ്പോട്ട് നടത്തിയ പ്രചോദനം അതായിരുന്നു. അവർ കൈയടിച്ചത് മറ്റൊന്നും കണ്ടിട്ടല്ല, അവർ അന്യഭാഷ പറഞ്ഞത് മറ്റൊന്നും കേട്ടിട്ടല്ല, അവരുടെ മനസ്സിലെ ചിന്ത മറ്റൊന്നുമായിരുന്നില്ല. അവരുടെ അകത്തെ പ്രതീക്ഷ, ഈ മണ്ണെന്നെ പിടിക്കത്തില്ല. റംഷനാദിയ 50 അടി താഴ്ചയിൽ അടക്കം ചെയ്താലും, മാർബിൾ സൗദമിട്ട് എന്നെ പൂട്ടിവെച്ചാലും, കാഹളത്തിന്റെ നാദം കേൾക്കുമ്പോൾ ഈ മണ്ണിന്റെ അകത്ത് നിന്ന് ഒരു ശക്തിയോടെ ഞാൻ പുറത്തെഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി അകത്തെ പ്രത്യാശ കത്തുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരം വീശി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുക. ആ കരങ്ങളെ തട്ടി കർത്താവിൻ്റെ ഒരുമ. എനിക്ക് സന്തോഷം വരുന്നില്ല നിങ്ങൾ കരം വീശിയിട്ടൊന്നും. ഹല്ലേലൂയ. ഇല്ലില്ല, കരങ്ങൾ ശക്തിയോടെ അടിച്ചേ. പ്രത്യാശ ഉണ്ടെങ്കിൽ, നിത്യതയാ ലക്ഷ്യമിടുന്നെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അയ്യോ അങ്ങനെയല്ലമ്മ, ശക്തിയോടെ അടിച്ചേ. സൗണ്ട് വെളിയിൽ വരട്ടെ, തോണ്ടാതെ ശക്തിയോടെ അടിച്ചേ. റൂഡാലാറബ ശാന്തനെ ശക്തിയോടെ അടിച്ചേ. കർത്താവിന് ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കേ. ഓ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസിയുടെ അകത്തുള്ള പ്രചോദനം ഈ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതായിരുന്നു അവരുടെ വാഞ്ച, അതായിരുന്നു അവരുടെ പ്രത്യാശ, അതായിരുന്നു അവരുടെ ആഗ്രഹം. സ്തോത്രം. അത് കണ്ടോണ്ട് അവർ ജീവിച്ച് അവരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി, നാളെ എനിക്കും കിട്ടും ഒരു വീട്, അതൊന്നും ആയിരുന്നില്ല. എനിക്കുണ്ടേലെന്ന, എനിക്കില്ലേലെന്ന, എനിക്കിത് വിഷയമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവരെ അലട്ടിയ, അവരെ പ്രചോദിപ്പിച്ചത് മറ്റൊന്നുമായിരുന്നില്ല, പിന്നെ സ്വർഗീയ രാജ്യത്തിന്റെ പ്രത്യാശയായിരുന്നു. കരങ്ങൾ ഉയർത്തി സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാകാത്ത. കേട്ടിട്ടുണ്ടോ ആ പാട്ട്? നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. ചേർന്നിടും ഞാൻ, ഓ ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്, പാടിയിടും രക്ഷയിൻ ഗാനം. ഓ പാടിയിടും രക്ഷയിൻ ഗാനം. നീലാകാശവും കടന്നു ഞാൻ പോകും, എന്റെ സന്തോഷമായിട്ട് കൈയടിച്ചേ. ഓ നീലാകാശവും കടന്നു ഞാൻ പോകും, ഓ എന്റെ യേശു വസിക്കും നാട്ടിൽ. എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു നാഥൻ, എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, മേഘത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു നാഥൻ. ഓ വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ ചേർന്നിടും പ്രിയനോത്തു ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്, പാടിയിടും രക്ഷയിൻ ഗാനം. ഓ പാടിയിടും രക്ഷയിൻ ശക്തിയോടെ. നീലാകാശവും കടന്നു ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. ഇന്നു
ഇന്ന് കാണുന്നതെല്ലാം കരമടിച്ചേ കരമടിച്ചേ ശക്തിയോടെ കടിച്ചേ. ഹല്ലേലൂയ. നിത്യ സ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം. അടുത്ത ലൈൻ ഭയങ്കരമാണ്. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളും ഓ യേശുവെ പോലെ. ഈ മണ്ണിൻ ശരീരം ഓ നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത. പാടിയിടും രക്ഷയും ഗാനം. ശമനാദകനാദികരെ പാടിയിടും രക്ഷയും ഗാനം. ഓ നീലാകാശവും കടന്നു ഞാൻ പോകും. എന്റെ യേശു വസിക്കും. അയ്യോ പ്രത്യാശയുടെ പാടച്ച നീലാകാശവും കടന്നു ഞാൻ പോകും. ഓ എന്റെ യേശു വസിക്കും നാട്ടിൽ. ഓ ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത. പാടിയിടും രക്ഷയിൻ ഗാനം. പാടിയിടും രക്ഷയിൻ ഗാനം. പാടിയിടും രക്ഷയിൻ ഗാനം. പാടിയിടും രക്ഷയിൻ ഗാനം. ഓ നീലാകാശവും കടന്ന് ഞാൻ പോകും. എന്റെ യേശു വസിക്കും. ചേർത്ത് പാടിക്കേ എല്ലാരും പറഞ്ഞേ. നീലാകാശവും കടന്ന് ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. ഓ നീലാകാശവും കടന്ന് ഓ എന്റെ പ്രത്യാശയുള്ള ദൈവമക്കളെ കാര്യങ്ങളൊന്ന് വീശി ശക്തിയോടെ ഹല്ലേലൂയ പറോ. എത്ര നല്ല പാട്ടാ അല്ലേ. അയ്യോ ഉള്ളം പൊള്ളിക്കുന്ന പാട്ടുകളാ. ഇന്ന് കാണുന്നതെല്ലാം എല്ലാം ഓ നശ്വരം, എന്നാൽ എല്ലാം തീരും. പിന്നെ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമഹാ. അതാണ് പാട്ട്. ഇതൊക്കെ ഉള്ളിന്ന് വരുന്നതാ അല്ലേ. എത്ര കൊല്ലം എന്നറിയും ഇതൊക്കെ എഴുതി വെച്ചിട്ട്. ഈ ഹിന്ദി പാട്ടിന്റെ ട്രാൻസ്ലേറ്റ്, ഹിന്ദി പാട്ടിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. ഹിന്ദി നീലേ ആസുമാൻ ഗേ ഭാർ ജായേംഗേ മേരാ യേശു രഹതാ വഹാ. യേശു വരുന്നു ഇതൊക്കെ പാടി എത്ര സ്റ്റേറ്റുകൾ സന്തോഷിച്ചതാണ്. അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ലെങ്കിൽ എവിടോ പ്രശ്നമുണ്ട്, എന്തോ പ്രോബ്ലം. പിന്നെ ഇതൊക്കെ ഇതിനല്ലേ നമ്മൾ വിശ്വാസത്തിൽ വന്നേ. യേശു വരുമ്പോൾ പോകാൻ വേണ്ടിയല്ലേ. ഇപ്പം കൊച്ചു ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, വന്നോടാ എന്നോ ആഹ്ലാദം. അടുത്ത മാസം വരുന്നത് കേൾക്കുമ്പോൾ ഈ മാസം തൊട്ടേ നമ്മൾ ഒരുക്കം തുടങ്ങി. ഇത് അഖിലാണ്ടത്തിൻ്റെ സ്വന്തക്കാരൻ വരുന്നത് കേട്ടിട്ട് ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടോ. കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. യെസ്, എല്ലാ നിരാശയും പോട്ടെ, എല്ലാ മൂഢതയും പോട്ടെ. കർത്താവിലൊന്ന് സന്തോഷിച്ചേ, ദൈവത്തിലൊന്ന് സന്തോഷിച്ചേ. ടെന്റിൻ്റെ അകം ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ ടെന്റിൻ്റെ അകം ദൈവശക്തി കൊണ്ട് നിറയട്ടെ. യെസ്, ശക്തിയോടെ കരമടിച്ചേ. ഹോരാബ ശാന്തനേ, പോരെ പോരെ പോരെ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഈ 20ാമത്തെ രാത്രിയിൽ അന്യഭാഷ പറ. അന്യഭാഷ പ്രാപിച്ചവർ നാവ് തുറന്ന് അന്യഭാഷ പറഞ്ഞേ. ശക്തിയോടെ അന്യഭാഷ പറഞ്ഞേ. പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ളവർ നാവ് തുറന്ന് അന്യഭാഷ പ്രാപിച്ചവർ പറഞ്ഞേ. അന്യഭാഷ. ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് പ്രേരകമായത് പുനരുത്ഥാനമുണ്ടെന്നുള്ള ഉറപ്പായിരുന്നു.
പൗലോസ് പറയുന്നു, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിയല്ല, ക്രിസ്തുവിലെ വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്ന നീതി പ്രാപിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. അടുത്തത് ഇങ്ങനെ 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 വലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് ചവറം നെണ്ണുന്നു. രാവിലെ ഞാൻ പറഞ്ഞു, എബ്രായ വിശ്വാസികൾക്ക് മാതൃകയായ വിശ്വാസികൾ, എബ്രായ വിശ്വാസികളല്ലത്, അവർക്ക് മാതൃകയായി പറഞ്ഞ വിശ്വാസികൾ പഴയ നിയമത്തിലുള്ളവരാ. അവർ ചെയ്ത കാര്യം കേൾക്കണോ? പുനരുത്ഥാനത്തിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു, മരിച്ചു. കൊല്ലണോ? ഇപ്പൊ ചോദിച്ചു, പേടിയില്ലേ? പേടിയൊന്നുമില്ല. അതിനാ, ഞങ്ങൾക്ക് അടുത്തൊരു ജീവിതം ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കാടുകൾ, മലകൾ, ഗുഹകൾ ഉഴന്നു വലഞ്ഞു. ഈ എബ്രായ വിശ്വാസികളും പഴയ നിയമത്തിൻ്റെ വിശ്വാസികളും ഈ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നോ, ഇല്ല. കാരണം എന്നാ? എഴുതിയിട്ടില്ല. അപ്പം അതിനകത്ത് ആ സ്വർഗത്തെക്കുറിച്ച് ഭയങ്കര വെളിപ്പാട് വേറെ ഒരു പുസ്തകത്തിൽ മാത്രമേ ഇല്ല. പഴയ നിയമത്തിൽ 39 പുസ്തകത്തിനകത്തും നിത്യതയെക്കുറിച്ച് വലിയ റെവലേഷൻ ഇല്ല. ഒരു മങ്ങിയ വെട്ടം അത്രയേ ഉള്ളൂ. യോഹന്നാൻ പത്മോസിൽ ചെന്നപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു, ഇവിടെ കയറി വാ. കയറി ചെന്നപ്പോൾ കണ്ടത് 24 മൂപ്പന്മാർ. ഇത് പഴയ നിയമത്തിലില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ, ഇവർ കിരീടം താഴി. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉണ്ടോ? പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ ഉണ്ടോ? നിങ്ങളെ മിണ്ടുന്നില്ല. അപ്പോൾ വായിച്ചിട്ടില്ല. പുസ്തകം വായിക്കാത്തവർ ഉഴന്നു വലഞ്ഞു. എന്തിന്? ഉയർത്തെഴുന്നേൽപ്പിന്. അപ്പൊ അവര് പുസ്തകം കൂടെ വായിച്ചിരുന്നെങ്കിലോ? നമ്മൾ പുസ്തകം 5 വട്ടം വായിച്ചിട്ട് അതിരൂപ സാറിനെ കൊണ്ടുവന്നിട്ട് ചാർട്ടിട്ട് പഠിച്ച് നിത്യത മുതൽ നിത്യത വരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ കർത്താവ് വരും, പിന്നെ വന്നാൽ നമ്മളെ ചേർക്കും, നമ്മളെ മേളിൽ താമസിക്കും, പിന്നെ താഴെ വരും, പിന്നെ 1000 ആണ്ട്, അത് കഴിഞ്ഞ് സോറ്. ഇതൊക്കെ നമ്മൾ ചാർട്ടിട്ട് പഠിച്ചിട്ട് ഒരു ഗ്ലോറി പോലും പറയുന്നില്ല. ഇതൊന്നും അറിയാത്തവരുടെ ആവേശം കണ്ടോ? അതാ നമ്മളുടെ സ്വർഗരാജ്യ പ്രവേശനത്തിൻ്റെ കാര്യം ഒന്നുകൂടെ റീതിങ്ക് ചെയ്യേണ്ട വരും. തമ്പുരാനെ റീതിങ്ക് ചെയ്യും. ഇവനെ കൊണ്ടുപോകണോ? ഒരു പ്രത്യാശയില്ലാത്തവനെ കൊണ്ടുപോകണോ? കമ്പയർ ചെയ്യുമല്ലോ, മറ്റവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവേശവും ഇല്ല, ഒരു പ്രത്യാശയില്ല. അതുകൊണ്ട് അവർക്ക് ഇവരെ മേളിൽ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും. സ്തോത്രം. കരമുയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് ശ്രദ്ധിച്ച് എന്നോട് ഉണ്ടെങ്കിൽ. അന്നത്തെ ആൾക്കാരുടെ പ്രത്യാശ അതായിരുന്നു, പുനരുത്ഥാനം. ഒരു അപമാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ ഒരു പാട്ട്. ആ കാലത്തെ പാട്ടൊക്കെ അങ്ങനെ വരുന്നതാ. ഒരു അപമാനം സ്റ്റേജ് ഇരുത്താതെ ഇറക്കി വിട്ടപ്പോലും, ഇറക്കി വിട്ട സമയത്ത് എന്നാ പിന്നെ കാണിച്ചു തരാടാ, അടുത്ത കൺവെൻഷൻ വരട്ടെ, അങ്ങനല്ല, ഇറങ്ങിപ്പോയ സമയത്ത് പാടിയ പാട്ടാ. ഏതാ? നിധി സൂര്യൻ വരുമ്പോൾ ഓ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം, ഓവരും കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം, വരുമൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അടുത്ത ലൈൻ കേൾക്കണോ? ഓ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇകത്തിലെ കഷ്ടം സാരമോ. നിങ്ങളെ മിണ്ടുന്നില്ല. ഓ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇകത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. ഓ സ്വർഗീയ സന്തോഷം ഇകത്തിലുണ്ടിന്നാലേക്കാൾ, സ്വർഗീയ സന്തോഷം ഇകത്തിലുണ്ടിന്നാലേക്കാൾ എൻ പ്രിയ രക്ഷകൻ. ആ പാട്ടൊക്കെ അകത്ത് കത്തിയ ദൈവമക്കളൊന്നും അടങ്ങിയിരുന്ന് കാണത്തില്ല. അവരുടെ രാത്രികൾ പകലായി കാണും. ഈ പാട്ട് പാടുന്നവരോട് ചോദിച്ചേ, ജനഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന പാട്ടുകൾ എഴുതപ്പെട്ടാൽ, ട്യൂൺ ചെയ്യപ്പെട്ടാൽ അന്ന് രാത്രി ഉറക്കം വരത്തില്ലല്ലോ. ഏലപ്പാറയ്ക്കടുത്തൊരു സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു സാക്ഷിക്ക് ഞങ്ങളുടെ
അന്നത്തെ സെക്രട്ടറി ഒരു പാട്ട് പാടി. അയ്യോ, എൻ്റെ ഉറക്കം കളഞ്ഞു. സാക്ഷിക്ക് പറഞ്ഞ ഒരു പാട്ട് പാടി, സാക്ഷിക്ക് പാട്ട് പാടിയ പാട്ട് എൻ്റെ ഉറക്കം കളഞ്ഞു. ഏതാണെന്നറിയോ പാട്ട്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടായിരിക്കും, പിന്നെ അത് കുറേ കേട്ടു. അതെൻ്റെ ഉറക്കം കളഞ്ഞ പാട്ടാ. എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂരമേഘപാളിയിൽ ദൂരെ താരപാത വീഥിയിൽ, ദൂരമേഘപാളി ദൂരെ താരപാത വീഥിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദര പാടിയിടും സ്വർഗവീഥിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദര പാടിയിടും സ്വർണ്ണവീഥിയിൽ. എന്നെ ഇത് ഭയങ്കരമായിട്ട് ചലിപ്പിച്ചു. വേലപ്പാറ എന്ന് വണ്ടി ഓടിച്ചു ഞാൻ കോഴഞ്ചേരി വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചു. രാത്രി ഒരു 10-20 വട്ടം ഈ പാട്ട് പാടി. പാടിയില്ല, കേട്ടു, യൂട്യൂബിൽ കേട്ടു. രാവിലെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. 6 മണിക്കുള്ളിൽ ഈ പാട്ട് ഞാൻ പിന്നെയും പാടിക്കൊണ്ടിരിക്കും. എനിക്ക് സമാധാനമില്ല. എനിക്കറിയണം ഈ പാട്ട് ആരെഴുതി. 6:15 ഞാൻ അതിനകത്തുള്ള നമ്പർ എടുത്ത് വിളിച്ചു. അന്ന് ആ പാട്ട് എഴുതിയ ആൾ പൂനെ താമസിക്കുകയാണ്, ബെഞ്ചമിൻ മാത്യു. ആരെന്നറിയോ? ലാസർ വി മാത്യുവിൻ്റെ ബ്രദറാ. ഞാൻ ചോദിച്ചു, അച്ഛാ പേരെങ്ങനെ? പറഞ്ഞു ബെഞ്ചമിൻ മാത്യു. ഞാൻ ചോദിച്ചു എന്നെ എടുക്കുക? ഞാനിവിടെ പാട്ട് മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുക. ഞാൻ ചോദിച്ചു അച്ഛനാണോ ഈ പാട്ട് എഴുതി? പറഞ്ഞു ആണ്. എനിക്ക് അറിയേണ്ടത് ആ പ്രത്യാശയിലാണോ ഇപ്പോഴും ജീവിക്കുന്നതെന്നറിയാനായിരുന്നു. ആ ലൈനൊക്കെ അടുത്ത ലൈനൊക്കെ ഞാൻ മറന്നുപോയി. ഭയങ്കര അല്ല, എന്നെ രസകര. പൊന്മണി മേടകൾ, പിന്നെ പൊന്മണി മേടകൾ, മിന്നുന്ന ഗോപുരം, പിന്നെ 10ഉം 2ഉം രത്നങ്ങളാൽ തീർത്തതാം മന്ദിരം. അടുത്ത ലൈൻ കേൾക്കണോ? കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും എന്ന് പറഞ്ഞാൽ കണ്ടൻ കണ്ണുകൾ തുളും എന്ന് പറഞ്ഞാൽ ഇത് വേറെ ലെവലാ, വേറെ ലെവൽ. നമ്മൾ ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. 10ഉം 2ഉം രത്നങ്ങൾ ഉണ്ടോ? കാണുമായിരിക്കും. ഉണ്ട് ചെല്ലുമ്പോൾ ചെല്ലാം. അത് കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും. എവിടെ? അതാണ് ഞാൻ പറഞ്ഞ സെറ്റിങ്സ് മാറി. ഇതൊക്കെ കേട്ട നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ കേട്ട അടങ്ങിയിരിക്കാൻ പറ്റുമോ? പ്രൈസ് സെറ്റിങ്സ് മാറും കേട്ടോ. നമ്മളെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാൻ എൻ്റെ ചർച്ചിൽ, ഏലപ്പാറയുള്ള എൻ്റെ ചർച്ചിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ പപ്പയുടെ പേര് 2 സെൻറ്റ് ഉപദേശി എന്നാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, മരിച്ചുപോയി. 2 സെൻറ്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. അതിനകത്തൊരു ചെറിയ ചർച്ച്, 2 ബെഡ്റൂമ്, ഒരു കിച്ചൺ, ഒരു കിണറ്, ഒരു ബാത്റൂമ്, 2 ബൈക്കും വെക്കാൻ സ്ഥലമുണ്ട് 2 സെൻറ്റിനകത്ത്. സ്തോത്രം. ഭക്തനായ ഒരു മനുഷ്യൻ മരിച്ചുപോയി. പുള്ളി അറിയപ്പെടുന്ന പേര് 2 സെൻറ്റ് ഉപദേശി. എങ്ങനെ 2 സെൻറ്റ് വന്ന് താമസിക്കുന്ന ലാസ്റ്റ് 2 സെൻറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണോ? അല്ല. ഇതുപോലെ കൺവെൻഷൻ വെക്കുമ്പോൾ 2 സെൻറ്റ് വെച്ച് വിറ്റോണ്ടിരിക്കും. 2 സെൻറ്റ് വിറ്റു, 1 വർഷം കൺവെൻഷൻ. 2 സെൻറ്റ് വിറ്റു, അടുത്ത കൺവെൻഷൻ. 2 സെൻറ്റ് വിറ്റു, അടുത്ത കൺവെൻഷൻ. അങ്ങനെ 19-20 കൺവെൻഷൻ വെച്ചപ്പോൾ 40 സെൻറ്റ് സ്ഥലം വിറ്റു. നമ്മൾ കൺവെൻഷൻ വെക്കുമ്പോൾ 2 സെൻറ്റ് സ്ഥലം മേടിച്ച്, നമ്മൾ യോഗം വെക്കുമ്പോൾ നമുക്ക് ബാക്കിയാ, മറ്റൊരു വിറ്റു. അപ്പൊ എവിടോ ഒരു പ്രശ്നം ഇല്ലേ? സ്തോത്രം. പുള്ളി വിറ്റ് പോകുന്നു, ഞാൻ മേടിച്ചു വരുന്നു. ഞാൻ നിത്യത പറയുന്നു, പുള്ളി നിത്യത പറയുന്നു. ഇപ്പൊ എന്തായിരിക്കും, എവിടെ ആയിരിക്കും മിസ്റ്റേക്ക്? അതാ സെറ്റിങ്സ് മാറിയാലുള്ള പ്രശ്നം. അതാ. പണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഫാദർ സുഖമില്ലാതെ കിടക്കുവാണേ.
ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഈ സുഖമില്ലാത്ത ആൾക്കാരെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മുഖത്തൊരു വാട്ടം വരുമല്ലോ. സുഖമില്ലാത്ത ആളെ കാണുമ്പോൾ ചിരിച്ചോണ്ട് പോകത്തില്ലല്ലോ. ചിലപ്പോൾ അകത്ത് ചിരി വരും, കൊടുത്തല്ലോ കൊടുത്തല്ലോ എന്നുള്ള ചിരി വരും, എന്നാലും ചിരിച്ചോണ്ട് പോകത്തില്ലല്ലോ. അപ്പം ഇതങ്ങനെയല്ല. ഒരു ഭക്തനായ മനുഷ്യൻ സുഖമില്ലാതെ കിടക്കുക. അപ്പം ഞാൻ വളരെ വിഷമത്തോടാണ് ചെന്നത്. എന്നെ ഒത്തിരി സഹായിച്ച കുഞ്ഞുങ്ങളാണ് അവർ. പപ്പാടെ മുഖത്ത് നോക്കിയപ്പോൾ ഭയങ്കര പ്രത്യാശ. ഞാൻ ചോദിച്ചു, അപ്പം രോഗമായിട്ട് കിടക്കുമല്ലയോ? ആന്നു. അപ്പം ഇത് മുഖത്തൊരു വാട്ടമില്ല, പ്രസന്നതയാണെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാസ്റ്ററെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നല്ല നല്ല പാട്ടുകൾ കർത്താവ് എനിക്ക് തരും. ആ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ മുഖത്ത് അറിയാത്ത പ്രത്യാശ വരും. ആ പാട്ടുകളൊക്കെ മക്കൾ യു കെ ഒന്നുമല്ല, പിന്നെ യേശുവിൻ്റെ കൂടെയുള്ള വാസമാണ്. ആ വീട്ടിലെൻ്റെ വാസമോർത്താൽ ഉള്ളം തുള്ളും നിന്റെ പാദം പൊങ്ങുന്നേ. ഓ ആ വീട്ടിലെൻ്റെ വാസമോർത്താൽ. ഇന്ന് രാത്രിയിൽ എൻ്റെ ചിന്ത നിങ്ങളുടെ മൈൻഡ് ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. 21 ദിവസമാകുന്നില്ലേ? നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് മാറട്ടെ. അതൊന്ന് പിടിച്ചേ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ആ രാജ്യം ഒന്ന് ഓർത്തേ. സ്തോത്രം. ഈ മണ്ണ് വിട്ടിട്ട് ഇവിടെ വിട്ടാൽ ദൈവത്തിന്റെ കൂടെ അവിടെ വസിക്കുന്ന രാജ്യം ഭീതി സ്വച്ഛ സ്ഫടിക തുല്യം. യെസ്, തങ്ക നിർമ്മിതമായ പട്ടണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് രാത്രി കത്തട്ടെ. അതുണ്ടെങ്കിൽ ആരാധന മാറും, അതുണ്ടെങ്കിൽ അന്യഭാഷ മാറും, അതുണ്ടെങ്കിൽ കയ്യടി മാറും, അതുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം മാറും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന, ഈ രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ആ കാലത്തുള്ള ദൈവമക്കളുടെ പ്രത്യാശ ഒറ്റ കാര്യമായിരുന്നു, ഈ മണ്ണ് ഞങ്ങളെ പിടിച്ചു വെക്കത്തില്ല. തെളിവുണ്ടോ? തെളിവുണ്ട്. എത്ര തെളിവ്? 3 തെളിവ്. 1 തിരുവെഴുത്ത്, 2 ചരിത്രം, 3 ശാസ്ത്രം. ഇത് 3 പറയാൻ സമയമില്ല. 2 പറയാം, ശരിക്കും വെളിപ്പെടുത്താൻ സമയമില്ല. കമ്പിവാചകം പോലെ പറയാം. ബൈബിൾ പറയുന്നു, നീ ഉയർത്തെഴുന്നേൽക്കും. യെശയ്യാവ് 26:9 ഞാൻ പറയുന്നു, നിന്റെ മൃതന്മാർ എഴുന്നേൽക്കും, ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിൻ, നിന്റെ ശവങ്ങൾ മൃതന്മാർ എഴുന്നേൽക്കും. മീൻസ് ഇതിനകത്ത് മരിക്കുന്നവർ ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. കാഹളത്തിന്റെ നാദം വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ ഈ മണ്ണെല്ലാം പൊട്ടിമാറി അതിനകത്ത് നിന്നൊരു പുനരുത്ഥാന ശരീരത്തോടെ നീ പുറത്തോട്ട് വരുമെന്ന് ഇന്ന് രാത്രി വചനം പറയുമ്പോൾ അത് വിശ്വസിച്ച് ഉറപ്പിക്കാൻ മനസ്സുള്ള ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, സെമിത്തേരി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഉറക്ക അറ എന്ന. എങ്ങനെ? ഉറക്ക അറ, അത്രേ ഉള്ളൂ. എവിടെ പോകുന്നു? സെമിത്തേരി. എന്തിനു പോകുന്നു? ഉറങ്ങാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉണരും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. സ്തോത്രം. ബൈബിൾ പറയുന്നു, മരിച്ചവർ ഉയർക്കും. ഈ മണ്ണ് പിടിച്ചിടത്തില്ല. ക്രിസ്തുവിൽ മരിച്ചാലും അല്ലെങ്കിലും സമയ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിൽ മരിച്ചാൽ യേശുവിന്റെ വരവിൽ, അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം, അവസാനം നീ ഉയർക്കും. ഈ മണ്ണ് നിന്നെ പിടിച്ചു വെക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാമേൻ. വാക്യങ്ങൾ പലത് പറയാനുണ്ട്. ദാനിയേൽ 12:2 നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. മണ്ണ് പിടിച്ചെടുത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഈ മണ്ണ് നിന്നെ അവകാശമാക്കത്തില്ല. ഇവിടെ നിന്ന് നീ പുറത്തു വരും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. 1. 2 ചരിത്രത്തിലെ തെളിവ്. അതെന്താ? ലൂക്കോസ് 24:5 വായിച്ചു. ലൂക്ക് ചാപ്റ്റർ 24:5. നിർത്താൻ പോവാ. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന സ്ത്രീകളോട് കല്ലുരുട്ടി മാറ്റി കല്ലിന്റെ പുറത്തിരുന്ന് 2 ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അടുത്ത വാക്യം, അവൻ ഇവിടെ ഇല്ല. പിന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. എന്ത് ചെയ്തേക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 20 നൂറ്റാണ്ടായി യെരുശലേമിൽ ചെല്ലുന്ന സകലമായ ആൾക്കാരെയും
ബലപ്പെടുത്തുന്നൊരു വാക്യമാണ് ആ വാക്യം. സ്തോത്രം. എന്താ വാക്യം? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ പ്രാണനാഥൻ ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ മരിക്കുന്നവരും എന്നെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്നൊരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ആ കരങ്ങളും അടിച്ചു കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഇരുപത്തിനാലിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. ഇത് 20 നൂറ്റാണ്ടായിട്ട് ഇസ്രായേലിൽ പോകുന്ന സകലമാന ആൾക്കാരെയും ബലപ്പെടുത്തിയ കാര്യമാണ്. ചരിത്രം തെളിവ്. എങ്ങനെയാ തെളിവ്? യെസ്, ഒഴിഞ്ഞ കല്ലറ, കാവൽക്കാരുടെ സാക്ഷ്യം, വ്യക്തികളിലെ പരിവർത്തനം, യേശുവിൻ്റെ പ്രത്യക്ഷത, യേശു ഉയർത്തതിൻ്റെ തെളിവ്. അങ്ങനെയെങ്കിൽ നാമും ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ശവശരീരത്തിന് അടുക്ക ചെന്ന് സരോജിനി നായിഡു പറഞ്ഞൊരു വാക്ക് സാധാരണ കൺവെൻഷൻ വേദിയിൽ കൂടെ പറയാറുണ്ട്. അല്ലയോ മഹാത്മാവേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ വാക്കേ പറഞ്ഞുള്ളൂ, കാര്യം നടന്നില്ല. ഇന്നും ഗാന്ധി ജയന്തിക്കും ഗാന്ധി സമാധിക്കും ഡൽഹിയിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചനയുണ്ട്. എന്നാൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ ഉന്നതനായ യേശു മഹേശൻ ഉയരത്തിൽ വാഴുന്നു. ഇന്ന് രാത്രി അതിനാൽ നമുക്കൊരു ഉറപ്പുണ്ട്. നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ കൂടെ ഇരുത്താൻ അവൻ വിശ്വസ്തൻ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ അല്പനിമിഷങ്ങളെ കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ ഒന്നടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ എൻ്റെ അകത്തൊന്ന് പകരണമേ. ഈ രാത്രി ആ പ്രത്യാശ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും അതാത് സ്ഥാനത്ത്. സമയം തീർന്നു. ഒന്ന് എഴുന്നേറ്റാട്ടെ. ഓ ഉലക മഹാത്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഓ ഉലക മഹാത്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവിൻ. ഓ നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവിൻ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിയ നരനാ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിയ നരനാ. ദൈവകോപത്തിൽ വന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. ഗീതം ഗീതം
പാടും സോദരരേ യേശുനാഥൻ ജയഗീതം പാടിടുവിൻ യേശുനാഥൻ ജയഗീതം പാടിടുവേ നമ്മളെ യേശുനാഥൻ അതിനാൽ ജയഗീതം പാടിടുവേ നമ്മളെ യേശുനാഥൻ ഹല്ലേലൂയ glory 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 to God glory to God glory to God hallelujah hallelujah Praise the Lord. കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാമോ? സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരെയും താൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ മണ്ണോ മണ്ണിൻ്റെ ശക്തിയോ ഞങ്ങളെ പിടിച്ചു വെക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ നിത്യമായ രാജ്യത്ത് ഞങ്ങൾക്കൊരു വാസമുണ്ട്. അത് ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, നല്ലൊരു പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. മിശികാദാസ് പാസ്റ്ററേയും മാമേനെയും ഷോമേനെയും ദാനിയേലിനെയും ഉള്ള ദൈവമക്കളെയും യുവദാസന്മാരെയും ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. നൽകിയ നല്ല 3 സെക്ഷനുകൾക്കായി സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ പോകാൻ കർത്താവ് സഹായിക്കണം. ലഭിക്കപ്പെട്ട സമയം വിശ്വസ്തനായിട്ട് ഉപയോഗിച്ചു എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്നൊരു തൃപ്തി കർത്താവ് എനിക്ക് തരണം. ജനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. എന്നെ ഈ ക്ഷണത്തിൽ യോഗത്തിലേക്ക് ക്ഷണിച്ച ബഹുമാന്യ പാസ്റ്ററോടും സഭയോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള യുവ ശുശ്രൂഷകന്മാർക്ക് നൽകുന്ന നല്ല പ്രോത്സാഹനത്തിനും അവസരത്തിനുമായിട്ട് കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം എല്ലാവർക്കും.